മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബട്ടർ ഗാർലിക് നാൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ 1/2 കപ്പ് തൈരാണ് എടുക്കുന്നത്. ഈ തൈരിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഇതൊന്ന് ആക്റ്റീവ് ആയിട്ട് വരും. അപ്പം നമുക്കിത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. പൊടിക്കാത്ത പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ അത് തരിയായിട്ട് അവിടെ കിടക്കും. പൊടിച്ചതാകുമ്പോൾ അത് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വന്നോളൂ. ഇനി നമുക്കിതിലേക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ പുരട്ടിയൊരു ബൗളിലേക്ക് നമുക്ക് ഈ മാവ് വെച്ചെടുക്കാം. ഈ മാവിന്റെ മുകളിൽ നമ്മൾ അല്പം ഓയിൽ പുരട്ടിയിട്ടുണ്ടാവണം. നമുക്ക് ഇതൊരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് 2-3 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിതിവിടെ 2 മണിക്കൂർ നേരത്തേക്കാണ് വെക്കുന്നത്. ഇപ്പൊ നമ്മളിത് വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. അതിന്റെ വോളിയം കുറച്ച് കൂടിയിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഞാൻ ഈ മാവെല്ലാം ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അല്പം പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിതിവിടെ ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. ബട്ടർ ഗാർലിക് നാനാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. പിന്നെ ഒരു ഗാർലിക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിൽ ഒന്ന് പിടിച്ചിരിക്കാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ചപ്പാത്തി കോല് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ നാൻ എടുത്തിട്ട് ഇതിന്റെ മറുവശത്ത് അല്പം വെള്ളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗത്ത് വെള്ളം പുരട്ടിയതിനു ശേഷം വെള്ളം പുരട്ടിയ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ നമുക്കിത് ചൂടായ തവയിലേക്ക് വെച്ചു കൊടുക്കാം. വെള്ളം പുരട്ടിയിരിക്കുന്നത് കൊണ്ട് അത് തവയിൽ തന്നെ സ്റ്റിക്കായിട്ട് നിന്നോളും. ഇത് ഡയറക്റ്റ് ഫ്ലെയിമിന്റെ മുകളിൽ കാണിച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അല്ലാതെ നമുക്ക് പാനിൽ വെച്ച് തന്നെയും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ ആദ്യം ഞാൻ ഫ്ലെയിമിന്റെ മുകളിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതിന്റെ മുകളിൽ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചു പിടിക്കാം. ഇപ്പൊ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിന്റെ മുകളിൽ കാണിക്കാം. ഇപ്പൊ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്തതുകൊണ്ട് നമ്മളിത് തിരിച്ചു പിടിക്കുമ്പോൾ പാനിൽ നിന്നും അത് താഴേക്ക് പോവാതിരുന്നോളും. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി.
ഇപ്പൊ നമ്മുടെ നാന് ഒരു ഭാഗം നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം തേച്ചതിൽ ഒട്ടിച്ചു വെച്ചിരുന്നതാണ്. അതിപ്പോ കറക്റ്റ് ആയിട്ട് അതിന്റെ അടിഭാഗവും നന്നായിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡിലൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഞാൻ ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ചൂടോടെ തന്നെ നമുക്ക് അല്പം ബട്ടറും കൂടി പരട്ടി കൊടുക്കാം. ആദ്യം നമ്മൾ ഫ്ലെയിമിന്റെ മുകളിൽ കാണിച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പാനിൽ വെച്ചിട്ടും ഞാൻ തയ്യാറാക്കാം. ഇതിന്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഗാർലിക്കും മല്ലിയിലയും ചേർക്കാത്ത പ്ലെയിൻ നാനും നമുക്ക് തയ്യാറാക്കാം. ഇത് ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയാലും മതി. ഇപ്പൊ നമ്മള് പാനിൽ വെച്ച് ചെയ്ത നാനും കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെയാണെങ്കിലും ചെയ്തെടുക്കാം. ഡയറക്റ്റ് ഫ്ലെയിമിന്റെ മുകളിൽ കാണിക്കണം എന്നൊന്നുമില്ല. ഏതാണോ ഈസി അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിൽ നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ നാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഞാൻ തയ്യാറാക്കുന്നത് കേട് ചേർത്തിട്ടാണ്. ഇനി വീട്ടില് തൈരൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് നാൻ തയ്യാറാക്കാം. അങ്ങനെ തൈര് ചേർക്കാത്ത നാനിന്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ ലിങ്ക് കൊടുക്കാം. അത് കാണേണ്ടവര് അത് നോക്കിയാൽ മതി. ഞാൻ ഇവിടെ കഴിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് പനീർ ടിക്ക മസാലയാണ്. പനീർ ടിക്ക മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.